Hello everyone, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Leotales നിരഞ്ജനയോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. Bryan and Candy എന്നാണ് ബ്രാൻഡിന്റെ പേര്. അവരുടെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇഷ്ടം ഈ കിറ്റാണ്. ബാത്ത് ടബ് കിറ്റ് എന്നവർ വിളിക്കുന്ന അവരുടെ ബാത്ത് ആൻഡ് ബോഡി കിറ്റ്സ്. കുറേ വേരിയൻറ്റ്സിൽ അവൈലബിൾ ആണ്. സ്ട്രോബെറി, ഗ്രീൻ ടീ ആൻഡ് ഇത് അവരുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. ആൻഡ് ഇത് റോസ് വേരിയൻറ്റിലാണ്. വളരെ അഫോർഡബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ഫോർ ഫേസ്, ഫോർ ബോഡി ആൻഡ് അവരുടെ പെർഫ്യൂം മിസ്റ്റ് അത് ഭയങ്കര നല്ലതാണ്. ലൈക്ക് ആസ് ഗുഡ് ആസ് പെർഫ്യൂംസ് എന്ന് പറയാം. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് കിറ്റ്. ഈ കിറ്റിന്റെ വില 1600 ആണ്. ഇതിൽ 4 ഫുൾ സൈസ് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഒരു കോംപ്ലിമെന്ററി ഒരു ടബ് ആൻഡ് എ ലൂഫ. റോസ് വേരിയന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രേഗ്രൻസ് ഭയങ്കര ഒരു ഫ്രഷ് റോസി ഫ്രേഗ്രൻസ് ആണ്. ഭയങ്കര സ്വീറ്റ് അല്ല, എന്നാൽ ഒരു ഡാബർ ഗുലാബറി അങ്ങനത്തെ ഒരു മണവും അല്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ലൈറ്റ് ആണ്. അത്ര സെൻസിറ്റീവ് നോസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഷാർജലാണ്. ഇത് 300 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് 350 rupees ആണ് ഇൻഡിവിജ്വലി ഇതിന്റെ പ്രൈസ്. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ പ്രോഡക്ട്സ്. ഇതിനൊരു ക്രീമി സിൽക്കി ഒരു പേർലി ക്രീമി കളറാണ്. അവിടെ ലൂഫൊക്കെ ഉണ്ടല്ലോ, ഒരു സ്ക്രബ് പോളിഷർ ലൂഫ എന്നാണ് അവർ വിളിക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ബാത്ത് ആൻഡ് ഷാർജൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ലാദറാണ്, അതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടം. നല്ലൊരു മണമാണ്, നല്ല ലാദറാണ്. എന്നാൽ സ്കിൻ ഡ്രൈ ആവില്ല. ഓവർലി ഭയങ്കരമായിട്ട് അങ്ങ് ഒരു ഗ്രീസി ഫീലിംഗും വരില്ല. ലൂഫ ഭയങ്കര കൊച്ചാണ്, അപ്പോൾ ഒരു ഭയങ്കര ഒരു പത വരത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല. നല്ലോണം വെറ്റാക്കിയിട്ട് യൂസ് ചെയ്താൽ നല്ല പത വരും. ആൻഡ് ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട, കാരണം ഇത് സ്ക്രബിങ് എഫക്റ്റും കൂടെ ഉള്ള ഒരു ലൂഫാണ്. ആൻഡ് ഭയങ്കര ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ് ഈ ഷാർജൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും. റൈറ്റ് ആഫ്റ്റർ പിന്നെ ഉള്ളത് അവിടെ സ്ക്രബാണ്. ഇത് ആക്ച്വലി എൻ്റെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. പാക്കേജിങ് തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അതിൻ്റെ മണമാണെങ്കിലും ടെക്സ്ചർ ആണെങ്കിലും ഒരു വെറ്റ് സ്കിന്നിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഷുഗറി സ്ക്രബാണ്. പിന്നെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് റോസ് ഓയിൽ, ആർഗൻ ഓയിൽ, ഫ്രൂട്ട്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ആൻഡ് ഓട്ട് മീൽ. അപ്പോൾ അത്ര ഞാൻ ശരിക്കും വിചാരിച്ചു കുറച്ച് ചിലപ്പോൾ മേ ബി കുറച്ച് ഡ്രൈയിങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഹാർഷ് ആയിരിക്കും. പക്ഷെ ഒന്നുമല്ല, ഭയങ്കര സോഫ്റ്റ് സ്ക്രബാണ്. യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്. ആൻഡ് സ്കിന്നിൽ ഒട്ടും ഡ്രൈനെസ് ഒന്നും ഇത് ഫീൽ ചെയ്യില്ല ഉപയോഗിച്ച് കഴിയുമ്പോൾ. വാഷ് ഓഫ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, കാരണം വെറ്റ് സ്കിന്നിലാണെങ്കിൽ വളരെ നന്നായിട്ട് ഇത് ലൈക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ക്രബും വേണ്ടി വരില്ല. ഇതിൻ്റെ മണം ഇസ് ലൈക്ക് ടു ഗുഡ്. ടെക്സ്ചർ ആണെങ്കിലും കളർ ആണെങ്കിലും ഈസിലി എൻ്റെ ഒരു ഫേവറേറ്റ് സ്ക്രബായിട്ട് ഈ സ്ക്രബ് ഓൾറെഡി മാറി. പിന്നെ ഉള്ളത് ബോഡി ബട്ടർ ആണ്. പാക്കേജിംഗ് വൈസ് സിമിലർ ആണ്. ഇതിനകത്ത് ഷിയ ബട്ടർ ഉണ്ട്, സൺഫ്ലവർ ഓയിൽ ഉണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്. ആൻഡ് ഇവിടെ ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ലൈറ്റ് പിങ്ക് കളറാണ്. ബോഡി ബട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ലോഷന്റെ തരം ഒരു ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്. കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ സുഖമായിട്ട് ഈ ബോഡി ബട്ടർ അഥവാ ബോഡി ലോഷൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോസ് ആയിട്ട് ടൈറ്റ് ആയിട്ട് അടയുന്ന പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്രക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. നല്ല രീതിയിൽ ഇത് ലൈക്ക് ലീക്ക് ആവാനുള്ള ചാൻസ് ഒന്നും ഒട്ടും തന്നെ ഇല്ല. ഇതിൻ്റെ മണം ഈ ഫുൾ റോസ് റേഞ്ചിന്റെ പോലെ തന്നെ ലൈറ്റ് ഫ്രേഗ്രൻസ് ആണ്. നല്ലൊരു അപ്ലിഫ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണ്. ശരിക്കും ഒരു നൈറ്റ് ഷവർ ഉറങ്ങുന്നതിനൊക്കെ മുന്നേ ഈ ഒരു ബോഡി ബട്ടർ ഒക്കെ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ സുഖ ഉറക്കം ഗ്യാരണ്ടീഡ് ആണ്. ആ റേഞ്ചിലുള്ള ലാസ്റ്റ് പ്രോഡക്റ്റ് അവിടെ ഫേസ് വാഷ് ആണ്. ഇതൊരു ജെൽ ലൈക്ക് ഫേസ് വാഷ് ആണ്. ദിസ് കണ്ടെയ്ൻസ് ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ സി, റോസ് വാട്ടർ ആൻഡ് റോസ് ഓയിൽ. ഈ ഹൈലറോണിക് ആസിഡ് ഒരു ഹ്യൂമക്റ്റന്റ് ആണ്. അത് എസ്പെഷ്യലി ഇപ്പോൾ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ ഹൈലറോണിക് ആസിഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ജെൽ ടെക്സ്ചർ ആണ്, ഒരു ലൈറ്റ് പിങ്കി കളർ. ഈ ഒരു ഫുൾ ക്ലാസിക് റോസ് റേഞ്ചിന്റെ മണമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലാദർ ചെയ്യും. ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. റോസ് ഓയിൽ എപ്പോഴും സെൻസിറ്റീവ് സ്കിന്നിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇത് യൂസ് ചെയ്തിട്ടും എനിക്ക് സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഉണ്ടായില്ല. ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രേഗ്രൻസ് വളരെ ലാസ്റ്റ് ആണ് ലിസ്റ്റിലുള്ളത്. സോ അതിന്റെ ലൈക്ക് പ്രപ്പോർഷനും അത്ര തന്നെ കുറവാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് 125 ml ആണ്. ജെൽ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ടും നന്നായി പതയുന്നത് കൊണ്ടും ഈ 125 ml കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. ഓവറോൾ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. അഫോർഡബിൾ ആണ്, വാല്യൂ ഫോർ മണിയാണ്, ഫുൾ സൈസ് പ്രോഡക്ട്സ് ആണ്. ക്വാളിറ്റി ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ഈ ബാത്ത് ടബ് കിറ്റ്സ് നിങ്ങൾ നോക്കുക. അടുത്ത തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് അവരുടെ ഡെലിക്കേറ്റ് റോസ് ഫേസ് പ്ലംപിംഗ് മാസ്ക് വിത്ത് വൈറ്റമിൻ സി, റോസ് വാട്ടർ, റോസ് ഓയിൽ ആൻഡ് ഹൈലറോണിക് ആസിഡ്. സോ ഞാൻ യൂഷ്വലി മാസ്കുകൾ അധികം അങ്ങോട്ട് ഈ ഒരു സമ്മർ സീസണിൽ അങ്ങനെ ഉപയോഗിക്കില്ല. കാരണം ക്ലേ മാസ്ക് ആണെങ്കിലും പൗഡർ മാസ്ക് ആണെങ്കിലും സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഈ ഫേസ് പ്ലംപിംഗ് മാസ്ക് ശരിക്കും ആ ഫേസ് വാഷിന്റെ പോലത്തെ ഒരു ടെക്സ്ചറാണ്. ലൈറ്റ് വെയ്റ്റ് ജെൽ ലൈക്ക് ടെക്സ്ചർ. തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, നല്ല ഹെവി ബോട്ടിലാണ്. ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. ആൻഡ് ഇതിന്റെ മണമാണെങ്കിലും ആ ഒരു ആ ക്ലാസിക് റോസ് റേഞ്ചിന്റെ ഒരു മണമാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ ഒരു ക്യൂട്ട് ആപ്ലിക്കേറ്റർ ബ്രഷും ഉണ്ട്. ഒന്നും ചെയ്യാനല്ല, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു തിക്ക് ലെയർ നിങ്ങളുടെ നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്യുക. ഒട്ടും ഡ്രൈ ആവില്ല, കാരണം ഇത് ജെൽ ലൈക്കാണ്. അതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫേസിന് എസ്പെഷ്യലി ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിന് ഒരു ബ്ലെസ്സിംഗ് ആണ് ഹൈലറോണിക് ആസിഡ് എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ്.
ഇത് അപ്ലൈ ചെയ്തിട്ട് 20-25 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനൊരു വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്യും, എന്നിട്ട് കഴുകിക്കളയും. അപ്പം ഇത് ഒട്ടും ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴുകി കളയുമ്പോഴത്തേക്ക് നമുക്ക് ഫേസിൽ അയ്യോ ഇതൊട്ടും പിടിച്ചില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അത് തന്നെയാണ് ഈ മാസ്കിന്റെ മെച്ചം. ഇത് സ്കിന്നിൽ ഒട്ടും ഡ്രൈനെസ് കൊണ്ടുവരില്ല. ഓയിലി സ്കിൻ ആണെങ്കിലും അല്ല നല്ല വേർക്കുന്ന ആൾക്കാരാണെങ്കിലും ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിൻ്റെ അടുത്ത് ഒട്ടും ഹെവി അല്ല, അങ്ങേയറ്റം ലൈറ്റ് വെയിറ്റ് ആണ്. കഴുകി കഴിയുമ്പോൾ ശരിക്കും സ്കിന്നിന്റെ പ്ലംപിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് യൂണിസെക്സ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ മണം ഭയങ്കര നല്ലതാണ്. ആപ്ലിക്കേഷൻ വൈസ് ഈസിയാണ് ചെയ്യാനായിട്ട്. ആൻഡ് ഓവറോൾ സ്കിൻ ശരിക്കും സോഫ്റ്റ് ആവും. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നല്ല സോഫ്റ്റ് മോയ്സ്ചറൈസ് സ്കിൻ കിട്ടും. ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ്, പക്ഷേ മേ ബി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആയിരിക്കും അവരുടെ ബോഡി മിസ്റ്റ്. അവർക്ക് ഒരുപാട് വേരിയൻ്റ് ബോഡി മിസ്റ്റ് ഉണ്ട്. ആൻഡ് വൺ തിങ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദം, അവരുടെ പാക്കേജിങ്. ഒരു ബോഡി മിസ്റ്റിന്റെ പാക്കേജിങ് ആണ്. എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. അവരുടെ ആ ബോട്ടിൽ, അടപ്പ് ഭയങ്കര കളർഫുൾ പാക്കേജിംഗ് ആണ്. എൻ്റെ കയ്യിലുള്ള വേരിയന്റ് Urban Desire വൈറ്റ് മസ്ക് ആൻഡ് നിറോളി, അതാണ് ഈ ഫ്രേഗ്രൻസ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ബോഡി മിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഞാനിത് ഒരു പെർഫ്യൂം പോലെ ഉപയോഗിക്കും. ഇത് കുറച്ചൊരു മസ്കി ഫ്രേഗ്രൻസ് ഉണ്ട്, കുറച്ച് യൂണിസെക്സ് ആണ്. എന്നാൽ ഇതൊരു പ്ലസന്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ പ്ലസന്റ് ആണ്. ഒരു 6 to 7 hours ഈസിലി ഇതിന്റെ മണം നിൽക്കും. ഇതൊരു എക്സ്ട്രീംലി ഒരു പെർഫ്യൂം പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയല്ല. പക്ഷേ നിങ്ങളുടെ അടുത്തൊരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഫ്രേഗ്രൻസ് കിട്ടും. ആൻഡ് റൈറ്റ് നൗ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തു. ഇതിന് നല്ലൊരു എവിടെയോ ഒരു വാനിലയുടെ ഒക്കെ ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഒരു മസ്കി ടിൻറ്റ് ഉണ്ട്. ഭയങ്കര നല്ല മണം കേട്ടോ. നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂമായിട്ട് മറ്റേ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബോഡി മിസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ Urban Desire ട്രൈ ചെയ്യണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി ഒരു സ്പാ അറ്റ് ഹോം എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. ആ ബാത്ത് ടബ് കിറ്റ് തന്നെ അതിനൊരു എക്സലന്റ് ഉദാഹരണമാണ്. കൂടെ ഒരു മാസ്കും ഈ ബോഡി മിസ്റ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പാ കംപ്ലീറ്റ് ആയി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണു അടച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പ്രോഡക്റ്റ്സ് ആണ്, എസ്പെഷ്യലി ആ ബോഡി മിസ്റ്റ്. എൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ സോ ഗുഡ്. പിന്നെ ടബ് കിറ്റ് ഒബ്വിയസ്ലി ഇറ്റ്സ് റിയലി ക്യൂട്ട് ഓൾസോ, ആൻഡ് മാസ്ക് ഫോർ ദാറ്റ് എക്സ്ട്രാ കെയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. Bryan and Candy എന്ന ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കുക. ഞാൻ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.